നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ ഷീറ്റ് സംസ്കരണത്തിൽ പരിശീലനം. മണ്ണിന്റെ ജീവന് വൃക്ഷ ആയുർവേദം. വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, റബ്ബർ ഷീറ്റ് നിർമ്മാണം, പുകപ്പുരകൾ, ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം സെപ്റ്റംബർ 1-2 തീയതികളിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കും. കർഷകർ, വ്യാപാരികൾ, റബ്ബർ പാൽ സംസ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഷീറ്റ് നിർമ്മാതാക്കൾ, ഉൽപ്പന്ന നിർമ്മാതാക്കൾ തുടങ്ങിയവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. പരിശീലന ഫീസ് 1000 രൂപയാണ്. വിശദ വിവരങ്ങൾക്ക് 0481-235-3325 എന്ന നമ്പറിൽ വിളിക്കുക. പടവല വണ്ടിന്റെ ആക്രമണം മൂലം വെള്ളരിയുടെ ഇലകളിൽ ദ്വാരം വീഴുകയും കായ്കളെയും വേരുകളെയും ഭക്ഷിച്ച് ചെടിയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ പൊടി രൂപത്തിലുള്ള ബിവേറിയ എന്ന ജൈവ കീടനാശിനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധനവ് തടയുന്നതിനായി വാഴത്തോട്ടം വൃത്തിയാക്കി സൂക്ഷിക്കണം. വാഴ നട്ട് 5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടിയും തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് ഇതിന്റെ ആക്രമണം അറിയാൻ സാധിക്കുന്നത്. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറം പോളകളിൽ തേച്ചു പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പിൻ സത്തടങ്ങിയ ജൈവ കീടനാശിനി 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ പിണ്ടിപ്പുഴു മുട്ടയിടുന്നത് തടയാൻ സാധിക്കും. മണ്ണിന്റെ ജീവന് വൃക്ഷ ആയുർവേദത്തിൽ അധിഷ്ഠിതമായി കുണപ്പജല എന്ന വളക്കൂട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി 30 കിലോ പച്ചില കൊത്തിയരിഞ്ഞത്, ഗോമൂത്രം 30 ലിറ്റർ, പച്ചച്ചാണകം 15 കിലോ, ഉഴുന്ന് മുളപ്പിച്ചത് 3 കിലോ, ശർക്കര കറുത്തത് 3 കിലോ, 75 ലിറ്റർ ശുദ്ധമായ വെള്ളം സഹിതം അടപ്പുള്ള ഡ്രമ്മിലിട്ട് ഇളക്കുക. തുടർച്ചയായി ദിവസം തോറും 15 ദിവസം വരെ ഇത് ഇളക്കി അടച്ചുവയ്ക്കണം. 15-ാം ദിവസം ഈ വളക്കൂട്ട് അരിച്ച പാത്രങ്ങളിലാക്കി സൂക്ഷിക്കാം. സത്തിൽ നിന്നും 50 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ ചുവട്ടിലും ഇലകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ്. മണ്ണിന്റെ ആരോഗ്യം 10 മടങ്ങ് മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. കൂടാതെ വർദ്ധിച്ച വിളവും ഇതുമൂലം ലഭിക്കും. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 9200 രൂപ, കോഴിക്കോട് 9900 രൂപ, തൃശൂരിൽ 9300 രൂപ. കൊപ്ര കൊച്ചിയിൽ 6270 രൂപ, കോഴിക്കോട് 6600 രൂപ, തൃശൂരിൽ 6300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69600 രൂപ, ഗാർബിൾഡ് 72600 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലത്ത് 10000 രൂപ, ഈറോഡിൽ 9800 രൂപ. കൊച്ചിയിൽ റബ്ബർ 5-ാം ഗ്രേഡ് 12000 രൂപ, 4-ാം ഗ്രേഡ് 13000 രൂപ. കോട്ടയത്ത് റബ്ബർ 5-ാം ഗ്രേഡ് 12000 രൂപ, 4-ാം ഗ്രേഡ് 13000 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 9200 രൂപ, കൊപ്ര 6270 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2200 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69600 രൂപ, ഗാർബിൾഡ് 72600 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ. അടയ്ക്ക പുതിയത് 17000-നും 18000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 210-നും 225-നും മധ്യേ. തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 450-നും 950-നും മധ്യേ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12000 രൂപ, 4-ാം ഗ്രേഡ് 13000 രൂപ. ഒട്ടുപാൽ 7300 രൂപ, ലാറ്റക്സ് 7300 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില. കണ്ണൂർ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില
24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2 24. കൊച്ചി 31.3 23. ആലപ്പുഴ 32 24.5. പുനലൂർ 32.8 23.2. തിരുവനന്തപുരം കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിടൂ. കർഷക സഹോദരൻ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷകതത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷകതത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളുണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലി ആയല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. ചായക്കൂട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം 5:05. റാണി എന്നുള്ള പതിനെ ഒരു വളരെ ചെറുപ്പം ക്യാരക്ടറാണ്. അപ്പോൾ ആ ചെറുപ്പമാവുക ഫിസിക്കലി ആൻഡ് ഇമോഷണലി. ദൂരദർശന് വേണ്ടി തന്നെ പൈതൃകം എന്ന് പറയുന്നത് വളരെ വളരെ താല്പര്യത്തോടു കൂടി ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു അത്. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05. കൊഴുത്തു കഴുകിയും പശുക്കളെ സമയാസമയങ്ങളിൽ കുളിപ്പിക്കുന്നതിലും സദാ ശ്രദ്ധ ചെലുത്തും.